എന്നെ കൊണ്ട് പറ്റുള്ള ഇസ്മായിൽ ആകെ പ്രാന്ത് പിടിക്കുന്നുണ്ട്. 2 ദിവസം മുന്നേ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ജോലി ഭാരവും സ്ട്രെസ്സും സാധനമൊക്കെ ആയിട്ട് ജോലി നിർത്തുക എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് വിളിച്ച് കുറേ സംസാരിക്കാനുണ്ടായി. വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലത്തെ കുറേ ചിന്തകൾ വരും, മടുക്കും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ്, 4 ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിലൊന്നാമത്തത് സ്റ്റോപ്പ് ഓവർ തിങ്കിങ്, സ്റ്റാർട്ട് ആക്ടിങ് എന്നുള്ളതാണ്. നമ്മുടെ ജോലിയിലല്ല പ്രശ്നമുള്ളത്, നമ്മുടെ ചിന്തയാണെന്ത് നമുക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടങ്ങേറാക്കുന്നത്. മാക്സിമം ഓവർ തിങ്കിങ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, ആക്ഷൻസിലേക്ക് എന്ത് ചെയ്യുക, ഫോക്കസ് കൊടുക്കുക. രണ്ടാമതായിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ പ്രശ്നത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാണ്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, പുതിയ ലേണിങ്സ് ഉണ്ടാക്കുക. യൂട്യൂബ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സാറുമാരോടൊക്കെ ചോദിച്ച് എന്ത് ചെയ്യുക, ആ പ്രശ്നത്തിന് എങ്ങനെ മറികടക്കാൻ പറ്റും എന്ത് ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിച്ച് അതിനെ മറികടക്കാം. മൂന്നാമതായിട്ട് എന്ത് ചെയ്യുക, ഫെയിലിയറിനെ റീഡിഫൈൻ ചെയ്യുക. നമ്മുടെ പരാജയത്തിന് എന്ത് ചെയ്യുക, റീഡിഫൈൻ ചെയ്യുക. നമ്മളെല്ലാവരും തോറ്റല്ലേ വളർന്നത്. നമ്മൾ ചെറുപ്പത്തിൽ നടക്കുന്നിടത്ത് പിന്നെ എണീറ്റ് അങ്ങനെ പരാജയപ്പെട്ട് നമ്മൾ വന്നത്. മാക്സിമം നമ്മുടെ പരാജയങ്ങൾ എന്ത് ചെയ്യുക, റീഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. നാലാമതായിട്ട് നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് സർക്കിളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കാണാനും അതിനെ സഹായിക്കാൻ പറ്റുന്ന ഒരു സർക്കിളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ബെറ്റർ ആക്കാനും അതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, സഹായിക്കും. ഈ വീഡിയോ കാണുമ്പോഴും നമ്മൾ സംശയത്തിലാണ്, നമ്മൾ ജോലി നിർത്തണോ ഇടങ്ങേറിലാണോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ യെസ് ഒന്ന് കമൻറ്റ് ചെയ്യും, ഒന്ന് കമൻറ്റ് ചെയ്യും.